ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിക്ക് റാഗിങ്ങിനെ തുടർന്ന് ക്രൂരമർദ്ദനം. കായംകുളം കട്ടച്ചിറ സ്വദേശിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേറ്റത്. മുഖത്ത് അടിയേറ്റ് ബോധരഹിതനായി വീണെങ്കിലും പിറ്റേ ദിവസം മാത്രമാണ് സ്കൂൾ അധികൃതർ രക്ഷകർത്താക്കളെ വിവരമറിയിച്ചത്. ഇന്നലെ രാത്രി എന്നെ എന്തായാലും വിളിക്കുന്നു പറഞ്ഞൊരു 10ാം ക്ലാസ്സിലെ ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനെ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങളൊക്കെ അവർ ചോദിച്ചു. എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഉടനെ എന്നെ 11ാം ക്ലാസ്സിലൊരു ചേട്ടൻ എൻ്റെ കാരണം തട്ടിച്ചു. എന്നിട്ട് എന്നെ നടുക്കത്തെ ഒരു ബെഡിൽ കൊണ്ടുപോയിട്ട് കുറേ പുറത്തും വയറ്റത്തും കാരണത്തൊക്കെ അടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന സമയത്ത് വേറെ എൻ്റെ ക്ലാസ്സിൽ തന്നെ 6-7 പിള്ളേരുണ്ടായിരുന്നു. അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൾ കുറേ അവരെ സമാധാനിപ്പിച്ച് അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു. അവരിങ്ങനെ 2 പേരായിട്ട് ഒരു ബെഡിൽ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അടിക്കും. ഇല്ല, ഇതാദ്യമായിട്ട്. പരാതി പറഞ്ഞപ്പോൾ അവരെ സസ്പെൻഷന് ഒരാഴ്ചത്തേക്ക് വിട്ടതേ ഉള്ളൂ. രാത്രി 10:30 സമയത്ത്. അപ്പം തന്നെ വാർഡൻ വന്നിട്ട് സാറുമാരെ വിളിച്ചോണ്ട് വന്നു. സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ 10:30ക്കാണ് ഈ സംഭവം ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെയാണ് എന്നെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറയുന്നത് അവിടം വരെ വരണം, +1 വിദ്യാർത്ഥിയും മോനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് അവിടം വരെ വരണം എന്ന് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത്. പക്ഷേ ഞാനത് ആദ്യത്തെ ഒരു സംഭവം ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ സ്ഥിരം ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മളത് വലിയ നിസ്സാരമായിട്ടാണ് കണ്ടത്. എങ്കിലും ഞാൻ തീരുമാനിച്ചു എന്തായാലും വിളിച്ചതല്ലേ അവിടം വരെ പോകാമെന്നുള്ള രീതി വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. എൻ്റെ മോനെ അടിച്ച് ബോധം കെടുത്തി ഒരു 3, 4, 5 പേരോട് ഏറ്റവും ലാസ്റ്റ് ഇവനെ പൊക്കിയെടുത്ത് അവൻ്റെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുവന്ന് വെക്കുകയും പിന്നെ അത് കൂടാതെ പിന്നെ മറ്റുള്ള കുട്ടികളെയും ശരിക്കും ഉപദ്രവിച്ചു. മൊത്തോളം 7 പേരെയാണ് ഇവർ ഉപദ്രവിച്ചത്. പിന്നെ അന്ന് രാത്രി തന്നെ 10:30 ഈ കുട്ടികളെ അവർ സസ്പെൻഡ് ചെയ്യുകയും ബാക്കി രക്ഷകർത്താക്കളെ വിളിച്ച് ആ കുട്ടികളെ എല്ലാം പറഞ്ഞു വിടുകയുമാണ്, ഉപദ്രവിച്ച കുട്ടികളെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എൻ്റെ മോനെ ആ രാത്രി ബോധം കെട്ട സമയത്ത് പോലും ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പം ഇവൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള കുട്ടികളും പറയുന്നതാണ് ഞാൻ അറിയുന്നത്, ഇവനെ ശരിക്കും ഉപദ്രവിച്ചു, ഇവൻ്റെ ബോധം വരെ പോയ അങ്കിള് എന്നാണ് ബാക്കിയുള്ള ഇവൻ്റെ സഹപാഠികൾ നമ്മളടുത്ത് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ തിരക്കി അവനെ അവിടുന്ന് പിന്നെ ഗേറ്റ് പാസ് മേടിച്ചു, അവനെ മെഡിക്കലിൽ കൊണ്ടുപോയി മെഡിക്കലും എടുത്തു. മാന്നാർ പോലീസ് സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് ലൈനിലും വിവരം അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ 6 +1 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശരണ്യ, എന്താണ് സ്കൂളിൽ സംഭവിച്ചത്? ജവഹർ നവോദയ സ്കൂളിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ചെന്നിത്തലയിലെ സ്കൂളിൽ രാത്രി 10:30 ഈ കുട്ടി റാഗിങ്ങിന് ഇരയായി എന്നുള്ള സ്ഥിരീകരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കട്ടച്ചിറ സ്വദേശിയായ 8ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥിയും ഒപ്പം തന്നെ കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇവരെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി സീനിയർ വിദ്യാർത്ഥികൾ, അതായത് ഈ കുട്ടികൾ ഇപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ സീനിയർ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഹോസ്റ്റലിൽ ഒരുമിച്ചാണ് കുട്ടികൾ ഉള്ളത്. അവിടെ തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ പുതുതായി എത്തിയ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ ഉള്ളൊരു റാഗിങ്ങിന്റെ സ്വഭാവം ഇതിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. തുടർന്ന് ഒരേ ഹാളിൽ തന്നെ പല കാറ്റഗറിയായി തിരിച്ചാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. അതിൽ തന്നെ ഉദയഗിരി എന്ന ഒരു സീനിയർ വിദ്യാർത്ഥികൾ, അതായത് +1 വിദ്യാർത്ഥികളുടെ ഒരു ഹോസ്റ്റൽ ഇടത്തേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത്. തുടർന്ന് ഈ 2 കുട്ടികൾ ഒരുമിച്ച് കട്ടിലിൽ കിടന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ, കളിയാക്കലുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പിന്നീട് ഇതേ തുടർന്നുണ്ടായ സംഭാഷണമാണ് ഈ 8ാം ക്ലാസ്സുകാരനെ മർദ്ദനത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് രക്ഷകർത്താവ് വ്യക്തമാക്കുന്നത്. കുട്ടിക്ക് അന്ന് രാത്രി തന്നെ കുട്ടി മർദ്ദനമേക്കുന്നതിനിടയിൽ, അതായത് കുട്ടിയുടെ ചെവിക്ക് ഇപ്പോഴും നീരുണ്ട്, ഒപ്പം തന്നെ നെഞ്ചിലൊക്കെ അടിയേറ്റ പാടുകളുമുണ്ട്. തുടർന്ന് അന്ന് രാത്രി ഈ മുഖത്ത് അടിക്കുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് ആ കുട്ടിയും സ്ഥിരീകരിക്കുന്നു. അതിനിടയിൽ കുട്ടിക്ക് ബോധം പോയി എന്നുള്ളത് പിറ്റേ ദിവസം രക്ഷകർത്താവ് ചെന്നപ്പോൾ സഹപാഠികളായ വിദ്യാർത്ഥികളാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ സംഭവം, അതായത് കുട്ടിക്ക് അടിയേറ്റ് ബോധം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അതായത് ശരണ്യ, ഈ രക്ഷിതാവ്, ഈ കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത് പോലെ സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവം മറച്ചു വെക്കാൻ സ്കൂൾ അധികൃതർ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ 6 പേരെ സംഭവ വിവാദമായതിന് പിന്നാലെ, രക്ഷിതാവ് പരാതി നൽകിയതിന് പിന്നാലെ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ?
മാന്നാർ പോലീസിൽ ഈ കുട്ടിയും കുട്ടിയുടെ അച്ഛനും മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ജുവനൈൽ ആക്ട് പ്രകാരമുള്ള സംഭവമാണിത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് മാന്നാർ പോലീസ് എടുത്തിട്ടുണ്ട്, അച്ഛന്റെയും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. സ്കൂൾ അധികൃതർ ഈ സംഭവം ഉണ്ടായ അന്ന് രാത്രി തന്നെ ഈ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിശദീകരണമാണ് ഈ രക്ഷകർത്താവിന് നൽകിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഈ സംഭവം ഉണ്ടായ രാത്രിയിൽ പ്രത്യേകിച്ച് കുട്ടി ബോധരഹിതരായി വീണ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടും അത് അറിയിച്ചില്ല എന്നുള്ള പ്രതിഷേധം ഈ രക്ഷകർത്താക്കൾക്കുണ്ട്. മാത്രമല്ല 6 വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് മാത്രമല്ല കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്ന് കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് 6 പേർക്കെതിരെ തങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികൾ, അതായത് ഈ പരാതിക്കാരായ കുട്ടിയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പരാതിക്കാരായ വിദ്യാർത്ഥി മാത്രമല്ല കൂടുതൽ വിദ്യാർത്ഥികൾ ഈ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് മാന്നാർ പോലീസ് ഇപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. ശരണ്യ, എന്തായാലും മാന്നാർ പോലീസ് ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ ആരോഗ്യനില, ഈ മർദ്ദനമേറ്റ ക്രൂരമായ ആക്രമണത്തിനിരയായ ഈ വിദ്യാർത്ഥിയുടെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോഴും വീട്ടിൽ ആശുപത്രിയിലാണോ ചികിത്സയിലാണോ ഉള്ളത്? അല്ല, കുട്ടി വീട്ടിലുണ്ട്. പക്ഷെ അടിയേറ്റുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. കാരണം കുട്ടിക്ക് ഇപ്പോഴും ചെവിയുടെ ഭാഗത്ത് മുഖത്ത് അടിയേറ്റിട്ട് ചെവിയുടെ ഭാഗം നീര് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നെഞ്ചിലും കുട്ടി തന്നെ പാടുകൾ കാണിച്ചു തരുന്നുണ്ട്. അടിയേറ്റ ഭാഗത്തെ പാടുകൾ കുട്ടി കാണിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള പരിക്കുകളുണ്ട്. പക്ഷെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തക്ക പരിക്കുകളല്ല. കുട്ടി അടിയേറ്റതിന്റെയും മുഖത്തടിയേറ്റതിന്റെയും ഒക്കെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പോൾ കട്ടച്ചിറയിലെ വീട്ടിലാണ് രക്ഷകർത്താക്കൾ ഉള്ളത്. രക്ഷകർത്താക്കൾക്കൊപ്പമാണ് കുട്ടി ഉള്ളത്. സ്കൂളിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല ഈ സംഭവത്തിനകത്ത് കർശന നടപടി സ്വീകരിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസിനെ സമീപിച്ചത് മാത്രമല്ല ചൈൽഡ് ലൈനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ചൈൽഡ് ലൈനിന്റെ ഭാഗമായും ഉള്ള അന്വേഷണം ഈ കേസിനകത്ത് ഉണ്ടാവും. എന്തായാലും എല്ലാം ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് കൈമാറാനായി കഴിയും. യെസ്, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിക്കാണ് റാഗിങ്ങിനെ തുടർന്ന് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തിൽ മാന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 6 +1 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.